വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന എംപിമാരുടെ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് നൽകിയിട്ടില്ല. ആകെ 4 പേരുകളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെയാണ് തരൂർ നയിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കുകയാണ് എന്ന് തരൂർ വ്യക്തമാക്കുന്നു. തന്നെ ക്ഷണിച്ചതിൽ അഭിമാനമെന്നാണ് തരൂർ കുറിക്കുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഇല്ല എങ്കിലും തന്നെ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ അഭിമാനപൂർവ്വം സ്വീകരിക്കുകയാണ് ശശി തരൂർ. കോൺഗ്രസുമായി ആശയവിനിമയം നടത്തി രാഹുൽ ഗാന്ധി 4 പേരുകൾ നിർദ്ദേശിച്ചു. ആ പേരുകൾ പരിഗണിക്കപ്പെട്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതില്ലേ? തരൂരിനെ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമായി പോകുന്നുണ്ടോ? രതീഷ്, ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ശശി തരൂരിൻ്റെ പേര് ഞങ്ങൾ നൽകിയിട്ടില്ല എന്ന് പരോക്ഷമായി തന്നെ കോൺഗ്രസ് പറയുന്നു. അതായത് ഞങ്ങൾ 4 പേരുകൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രേഖാമൂലം കിരൺ റിജിജുവിന് നൽകിയ 4 പേരുകൾ മറ്റ് 4 എണ്ണമാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഇരിക്കുന്നു. തൊട്ടു പിന്നാലെ ശശി തരൂരിൻ്റെ എക്സിലെ പോസ്റ്റ് വരുന്നത് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അതായത് എന്നെ സംഘത്തിൻ്റെ തലവനായി നിശ്ചയിച്ച ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നടപടിക്ക് ഞാൻ പൂർണ്ണമായും നന്ദി പറയുന്നു. അത് ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നതിന് രാജ്യസേവനത്തിനായി ഒരു കാരണവശാലും ഞാൻ മാറി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വാചകം എന്ന് പറയുന്നത്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തരൂർ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മനീഷ് തിവാരിയുടെ പേരും ഈ 7 സംഘങ്ങളിൽ ഒരെണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നൽകാത്ത മറ്റൊരു പേരാണ് മനീഷ് തിവാരിയുടേത്. ഇവർ 2 പേരും വിദേശ നയങ്ങളുമായി അല്ലെങ്കിൽ വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകുന്നവരായിരുന്നു UPA സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ. മാത്രമല്ല, ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ നയതന്ത്ര രംഗത്തുമൊക്കെ വളരെയധികം കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇത് 2 പേരും. അപ്പോൾ ഇവർ 2 പേരെയും ഒഴിവാക്കി മറ്റ് 3-4 പേരുകൾ നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ നേരിട്ട് ഇവരെ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. 4 പേരുകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചതായി അറിയാമോ? ആരെങ്കിലും അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നസീർ ഹുസൈൻ, രാജ് ബ്രാർ, ഇവർ 4 പേരും ഈ ഡെലിഗേഷനിൽ ഉണ്ടോ? അഭിലാഷ്, അതാണ് ഇനിയുള്ള അടുത്ത ഏറ്റവും വലിയ ഒരു ചോദ്യം, ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ അതാണ്. അതായത് കോൺഗ്രസ് നൽകിയിട്ടുള്ള ഈ 4 പേരുകൾ കൂടി പട്ടികയിൽ അല്ലെങ്കിൽ 7 സംഘങ്ങളിൽ എവിടെയെങ്കിലും ഇടം പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ആനന്ദ് ശർമ്മ, പിന്നെ സയ്യിദ് നാസർ ഹുസൈൻ, ഗൗരവ് ഗൊഗോയ്, അതോടൊപ്പം തന്നെ രാജ ബ്രാർ, ഇവർ 4 പേരെയും സർക്കാർ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. മനീഷ് തിവാരി സംഘത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരം. അതോടൊപ്പം തന്നെ സൽമാൻ ഖുർഷിദും ചിലപ്പോൾ ഉൾപ്പെട്ടേക്കാം എന്നുള്ളതാണ്. സൽമാൻ ഖുർഷിദ് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ അടിയുറച്ച ഇത് അനുയായി എന്നുള്ള അല്ലെങ്കിൽ പിന്നെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ മാറി നിന്നേക്കാം. ഈ പേരുകൾ മറ്റു പേരുകളാണ് പരിഗണിച്ചത് എന്നുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ മാറി നിന്നേക്കാം. പക്ഷേ മനീഷ് തിവാരി പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അറിയുന്ന വിവരം രാഹുൽ ഗാന്ധി കടുത്ത പ്രതിഷേധവും ഉണ്ട് സർക്കാരിൻ്റെ ഈ നിലപാടിലെന്നുള്ളത്. അതായത് പാർലമെന്ററി കാര്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു, AICC അധ്യക്ഷനെ വിളിക്കുന്നു. അതിനുശേഷം നൽകിയ 4 പേരുകൾ മാറ്റിവെച്ചുകൊണ്ട് 2 പേരുകൾ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് ശശി തരൂരിൻ്റെയും മനീഷ് തിവാരിയുടെയും. ശശി തരൂർ ചിലപ്പോൾ ഒരു സംഘത്തലവൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ ഒരു വാദം ഉന്നയിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വാർത്താക്കുറിപ്പിൽ ജയറാം രമേശ് ഇറക്കിയ പോസ്റ്റിൽ അത് വേണ്ടതായിരുന്നു. ശശി തരൂരിനെ നേരിട്ട് സർക്കാർ സംഘത്തലവനാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് 4 പേരുകൾ കൂടി ഞങ്ങൾ നൽകുന്നു എന്ന് പറയാമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റൊരു വ്യക്തത വരുത്താം. ശശി തരൂർ എന്ന് പറയുന്ന ഒരു പേര് ഞങ്ങളുമായിട്ട് ആലോചിച്ചല്ല എടുത്തതെങ്കിൽ നിങ്ങൾ തന്നെ ബാക്കി 4 പേരുകളും കൂടി തിരഞ്ഞെടുത്തോ എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നുമല്ല കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 4 പേരുകൾ നൽകിയിട്ടുണ്ട്, അത് ആ 4 പേരുകൾ ഇതാണ് എന്നുള്ളതാണ്. അതായത് വളരെ വ്യക്തമായി പറയുന്നു, ശശി തരൂരിൻ്റെ പേര് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ നാളെ മനീഷ് തിവാരിയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനീഷ് തിവാരിയുടെ പേര് ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേരത്തെ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത്. ഇനി ഇവർ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കാതിരിക്കുന്ന ഒരു സമീപനം കൈക്കൊള്ളുമോ? അതിനുള്ള സാഹചര്യം വളരെ പരിമിതമല്ലേ? കാരണം ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രമുഖ നേതാക്കൾ ഇപ്പോൾ സുപ്രിയ സുലെ ഈ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു, അഭിമാനമാണ് ഇതിൽ എന്ന് പറയുന്നു. NCP ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. കനിമൊഴി കരുണാനിധി DMKയുടെ നേതാവാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി ജോൺ ബ്രിട്ടാസ് ക്ഷണം സ്വീകരിച്ചതായി അറിയിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രമുഖ നേതാക്കൾ ഇതിൽ ഭാഗവാക്കാകുമ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയോടെ നിന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് ഇതിനപ്പുറത്തുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ?
ഇല്ല, കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഒരു രാജ്യത്ത് പൊതുവേ ഉള്ള ഒരു മൂടനുസരിച്ച് കോൺഗ്രസിന് ഇന്നത്തെ ഈ ഒരു നീക്കത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. ഇനി ഞങ്ങൾ നൽകിയ പേരുകളല്ല നൽകിയത് എന്നുള്ളൊരു പരാതി പറയാമെന്നുള്ളതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഇതിൽ നിന്നും ഈ സംഘങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ പോലും ശശി തരൂരും മനീഷ് തിവാരി മാറി നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ശശി തരൂർ ഇപ്പോൾ തന്നെ ഞാനത് സ്വാഗതം ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ ഭാഗമായിരിക്കും, രാജ്യസേവനത്തിന് വേണ്ടി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാറി നിൽക്കില്ല എന്നുള്ള വലിയ പ്രസ്താവന നടത്തി കഴിഞ്ഞു. നാളെ ഇനി മനീഷ് തിവാരി എന്ത് പറയുന്നു എന്നുള്ളത്, മനീഷ് തിവാരിയുടെ പേരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാക്കി കോൺഗ്രസിൽ നിന്ന് ഈ 4 പേരുകൾക്ക് അപ്പുറം വേറെ പേരുകൾ സർക്കാർ ഉൾപ്പെടുത്തുകയും അവർ പോകാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സർക്കാരിന് കോൺഗ്രസ് നൽകിയിട്ടുള്ള 4 പേരുകൾ. അതിൽ ഒരുപക്ഷെ ആനന്ദ് കുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, വിവിധ മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്, വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. ഗൗരവ് ഗൊഗോയ് യുവാവാണ്, ഇപ്പോൾ ഡെപ്യൂട്ടി ലീഡറാണ്, ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. അപ്പം ഗൗരവ് ഗൊഗോയുടെ പേരിന് വേണ്ടിയായിരുന്നു ഇവർ വളരെ കർക്കശമായിട്ട് ഏതെങ്കിലും ഒരു സംഘത്തലവനാക്കണം എന്നുള്ളത്. പക്ഷേ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഒന്ന്, ഈ നയതന്ത്ര തലത്തിൽ സ്വാധീനമുള്ള വ്യക്തികളായിരിക്കണം വരേണ്ടത്. അതിൽ ശശി തരൂരും മനീഷ് തിവാരി. കേന്ദ്ര സർക്കാരിന്റെ ചോയ്സ് തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. കോൺഗ്രസിന് തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയാൽ അമർഷമുണ്ടാകാം, പക്ഷേ അത് പൊതുവിടത്തിൽ പറയുക, ഇതിനപ്പുറത്തേക്ക് തുറന്നു പറയുക എന്നതൊക്കെ വലിയ പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയും സാഹചര്യവുമാണ്.